കൊച്ചി നഗരത്തിൽ കുടിവെള്ളം കിട്ടാക്കനിയാകാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. പല നഗരങ്ങളിലും കൊച്ചിയുടെ മെട്രോപൊളിറ്റൻ നഗരമായ കൊച്ചിയുടെ പല നഗരങ്ങളിലും ഏകദേശം 10 ദിവസം തന്നെ പിന്നിട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ കുടിവെള്ളം മുടങ്ങിയിട്ട്. വാട്ടർ അതോറിറ്റിക്ക് പോലും കൃത്യമായി എന്ത് വെള്ളം വരും, നാളെ വരും, മറ്റന്നാൾ വരും എന്നിങ്ങനെയുള്ള മുടന്തൻ ന്യായങ്ങളാണ് വാട്ടർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും വരുന്നതെന്നാണ് ഇത്തരത്തിൽ ജനങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഒരു മാസത്തിൽ ഞങ്ങൾക്ക് അതിലും മുന്നേ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറിൽ വരെ വെള്ളം കയറിക്കൊണ്ടിരുന്നതാണ്. അതിന് കാരണം GI പൈപ്പ് മാറ്റി ഞങ്ങൾ PVC പൈപ്പ് 4 ഇഞ്ചിൻ്റെയും 2 ഇഞ്ചിൻ്റെയും ഇട്ട് കൊടുത്തു. കാരണം അങ്ങേറ്റത്താണ് ഇവരുടെ വീടുകളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ വെള്ളം എത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും PVC ഇട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് ഫ്ലോർ വരെ ഒരു മാസം മുന്നേ വരെ വെള്ളം കയറിക്കൊണ്ടിരുന്നതാണ്. ഇത്രയും മഴ പെയ്തിട്ട് ഇത്രയും ടാങ്ക് നിറഞ്ഞു കിടന്നിട്ട് ഈ വെള്ളമൊക്കെ എവിടെ പോകണം? എന്താണ് ഇവരുടെ ബുദ്ധിമുട്ട്? വേനൽക്കാലത്ത് പോലും നമുക്കിങ്ങനെ ബുദ്ധിമുട്ടില്ല. എവിടെ പോയി നമ്മുടെ ജലസേചന മന്ത്രി? എന്ത് എറണാകുളത്തേക്കൊന്നും ഇത്രയും പേപ്പറിലും എല്ലാത്തിലും കാണുന്നതല്ലേ? എന്തോ ഒരു മീറ്റിംഗ് കൗൺസിലർമാരെയും അടക്കം കൊച്ചിൻ കോർപ്പറേഷനൊന്നും വിളിക്കാത്ത കുട്ടികളൊക്കെ തന്നെ ഇവിടെയുണ്ട്. ഇവരെല്ലാവരും തന്നെ വളരെയധികം ദുരിതത്തിലായിരിക്കുകയാണ് ഈ ഒരു വെള്ളം ഇവർക്ക് കിട്ടാത്തതിനാൽ. കഴിഞ്ഞ കുറേ നാളുകളായി ഇവരുടെ എല്ലാം അവസ്ഥയാണ്. രോഗികളുണ്ട്, കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. ഇവരെല്ലാം തന്നെ ചിലപ്പോൾ ടാങ്കറിലൊക്കെ വെള്ളം ലഭിക്കാറുണ്ട്. ചേച്ചി, വണ്ടിവെള്ളവും വരാറില്ല ഞങ്ങൾ ഇങ്ങോട്ട്. ഞങ്ങൾ വാടക കിടക്കണം വരെ. ഞങ്ങൾ 6000 രൂപ വാടക കൂടെ ഞങ്ങൾക്ക് വണ്ടിവെള്ളം ഇറക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കൊന്നുമില്ല. ചേച്ചി, ഈ ഒരു ദുരവസ്ഥ എത്ര നാളായി തുടങ്ങി? ഒരു മാസമായിട്ട് വെള്ളമില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വാടകയ്ക്ക് താമസിക്കുന്ന ഞങ്ങളൊക്കെ ചെറു ജോലിക്ക് പോയിട്ട് വന്നിട്ട് 6 മണിക്ക് വെള്ളം കോരാനും ബുദ്ധിമുട്ട്, ഇരുട്ടത്ത്. കുടിവെള്ള പ്രശ്നത്തിന് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ജലസേചന വകുപ്പ് മന്ത്രി അടക്കം തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ഏതായാലും നിലവിൽ ഇവിടെ പഴയ രീതിയിൽ ഒരു വെള്ളം തന്നെ ലഭിക്കുവാൻ തുടങ്ങിയിട്ടില്ല. ആളുകളെല്ലാം തന്നെ ഈ കുടിവെള്ളത്തിനായി, കൊച്ചി നഗരത്തിൽ കുടിവെള്ളത്തിനായി കാത്തിരിക്കുന്ന ഒരു ജനതയെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.